Welcome to channel Ash Tutorial. ഇന്നത്തെ ടോപ്പിക് ജം സ്റ്റേറ്റ്മെൻറ്റ്സ്. ജം സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ആർ കോൾഡ് ജം സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പ്രോഗ്രാം കൺട്രോൾ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്ന പേരാണ് ജം സ്റ്റേറ്റ്മെൻറ്റ്. C++ പ്രൊവൈഡ് 4 ജം സ്റ്റേറ്റ്മെൻറ്റ്. C++ൽ 4 ജം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ദേ ആർ റിട്ടേൺ, ഗോ ടു, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ആ 4 ജം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് റിട്ടേൺ, ഗോ ടു, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ആണ്. ഓൾ ഓഫ് ദീസ് ആർ കീവേഡ്. ഇതെല്ലാം കീവേഡ് ആയിരിക്കും. കീവേഡ് എന്താണെന്ന് നമുക്കറിയാലോ, അത് റിസർവ്ഡ് വേർഡാണ്, ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. യൂസർ ആയിരിക്കില്ല അത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇൻ അഡീഷൻ C++ പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ എക്സിറ്റ്. C++ൽ ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് ഉണ്ട്. അതിനകത്ത് എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. ദാറ്റ് ഹെൽപ്പ് അസ് ടു ടെർമിനേറ്റ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം എൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. The goto statement can transfer the program control to anywhere in the function. ഒരു പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ വേണ്ടിയാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ദ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മാർക്ക്ഡ് ബൈ എ ലേബൽ. ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് മാർക്ക് ചെയ്യുന്നത് ലേബൽ എന്ന ഒരു ഐഡൻറ്റിഫയർ വെച്ചിട്ടാണ്. ദ സിൻടാക്സ് ഓഫ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഗോ ടു ലേബൽ സെമിക്കോളൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, പിന്നെ ലേബൽ കോളൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഇങ്ങനെയാണ് ഇതിൻ്റെ സിൻടാക്സ്. വേർ ദ ലേബൽ ക്യാൻ അപ്പിയർ ഇൻ ദ പ്രോഗ്രാം എയ്തർ ബിഫോർ ഓർ ആഫ്റ്റർ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഈ ലേബൽ അപ്പിയർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുമ്പായിരിക്കാം, അല്ലെങ്കിൽ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കാം. ഇപ്പോൾ ഈ സിൻടാക്സിൽ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ലേബൽ അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദ ലേബൽ ഈസ് ഫോളോവഡ് ബൈ കോളൻ സിമ്പിൾ. ലേബലിനൊപ്പം ഒരു കോളൻ സിമ്പിൾ കൂടി ഉണ്ടാകും. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പ്രോഗ്രാം. ഇൻറ്റ് i = 1 സ്റ്റാർട്ട് cout i ++i if i <= 15 ഗോ ടു സ്റ്റാർട്ട്. ഈ പ്രോഗ്രാമിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഹിയർ ദ cout സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ദ വാല്യൂ 1. cout സ്റ്റേറ്റ്മെൻറ്റിൽ പ്രിൻറ്റ് ചെയ്യുന്ന വാല്യൂ 1 ആണ്. കാരണം ഐയുടെ വാല്യൂ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തേക്കുന്നത് 1 ആയിട്ടാണ്. ആഫ്റ്റർ ദാറ്റ് i ഈസ് ഇൻക്രിമെൻറ്റ് ബൈ 1. അതിനുശേഷം ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആവും. ഇപ്പോൾ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയിട്ട് 2 ആണ്. ദെൻ ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ i <= 15 ഈസ് ഇവാലുവേറ്റഡ്. i <= 15 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് എക്സ്പ്രഷൻ അത് കഴിഞ്ഞിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഐയുടെ വാല്യൂ 2 ആണ്. 2 <= 15 ഇവാലുവേറ്റ് ചെയ്യും. സിൻസ് ഇറ്റ് ഈസ് ട്രൂ, 2 <= 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആണല്ലോ. ദെൻ ദ കൺട്രോൾ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് മാർക്ക്ഡ് വിത്ത് ദ ലേബൽ സ്റ്റാർട്ട്. അതിനുശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ലേബലിലേക്ക് കൺട്രോൾ പാസ് ചെയ്യും. വെൻ ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ഫോൾസ്. ടെക്സ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴെങ്കിലും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഫോൾസ് ആവുമെന്ന് വയ്ക്കുക. അതായത് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 51 വരെ എത്തി. ഇപ്പോൾ 51 <= 15 ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് അല്ല, അപ്പോൾ അത് ഫോൾസായി. The process terminate and transfers the program control following the if statement. അപ്പോൾ പ്രോസസ്സ് ടെർമിനേറ്റ് ആവും. ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ദ യൂസേജ് ഓഫ് ഗോ ടു ഈസ് നോട്ട് എൻകറേജ്ഡ് ഇൻ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിലൊന്നും ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നില്ല. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നോക്കാം. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദ എഫക്റ്റ് ഓഫ് ബ്രേക്ക് ഇൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ സ്വിച്ച് ബ്ലോക്ക്. സ്വിച്ച് ബ്ലോക്കിൻ്റെ പുറത്തേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാനാണ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ലൂപ്സ്. ലൂപ്സിലും നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ടേക്സ് ദ കൺട്രോൾ ഔട്ട്സൈഡ് ദ ലൂപ്പ് ബൈ സ്കിപ്പിംഗ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ലൂപ്പ്. ലൂപ്പിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ബ്രേക്കിൻ്റെ താഴെയുള്ള പാർട്ട് സ്കിപ്പ് ചെയ്തിട്ടാണ് കൺട്രോൾ പാസ് ചെയ്യുന്നത്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വൈൽ ലൂപ്പിലുള്ളൊരു എക്സാമ്പിളാണിത്. i = 1 വൈൽ i <= 10. വൈൽ ലൂപ്പ് ഓപ്പൺ ചെയ്തു. cnum if num = 0 ബ്രേക്ക്. cout എൻ്റർ ദ നമ്പർ ഈസ് cout /n ഇൻസൈഡ് ദ ലൂപ്പ് ++i. അങ്ങനെ വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്തു. cout /n കംസ് ഔട്ട് ഓഫ് ദ ലൂപ്പ്. ദ എബവ് കോഡ് ഫ്രാഗ്മെൻറ്റ് അലൗ ടു ഇൻപുട്ട് 10 ഡിഫറെൻറ്റ് നമ്പേഴ്സ്. 10 നമ്പർ ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണിത്. ഡ്യൂറിങ് ദ ഇൻപുട്ട് ഇഫ് എനി നമ്പർ ഹാപ്പൻ ടു ബി 0.
ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു നമ്പർ ഇപ്പോൾ 0 ആണെന്ന് വെക്കുക. ദ പ്രോഗ്രാം കൺട്രോൾ കംസ് ഔട്ട് ഓഫ് ദ ലൂപ്പ് ബൈ സ്കിപ്പിംഗ് ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്തിൻ ദ ലൂപ്പ് ബോഡി ആൻഡ് ഡിസ്പ്ലേ ദ മെസ്സേജ് കംസ് ഔട്ട് ഓഫ് ദ ലൂപ്പ് ഓൺ ദ സ്ക്രീൻ. ഇപ്പം ഞാൻ 0 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് വർക്കാവുന്നത്. അപ്പം നമ്മാണല്ലോ ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ടായിട്ട് ഞാൻ 0 കൊടുത്തു. 0 = 0 ആണെന്ന് ടെസ്റ്റ് ചെയ്തു, കറക്റ്റാണ്. അപ്പോൾ ബ്രേക്കാണ് വർക്കാവുന്നത്, അതായത് വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഈ 2 സി ഔട്ടും ++i ഒന്നും വർക്കാവില്ല. അത് കഴിഞ്ഞിട്ട് വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പുറത്തൊരു സി ഔട്ട് ഉണ്ട്, /n കംസ് ഔട്ട് ഓഫ് ദ ലൂപ്പ്. അതായിരിക്കും വർക്കാവുന്നത്. അപ്പോൾ സ്ക്രീനിൽ പ്രിൻ്റ് ആവുന്നത് ആ ഒരു ഇതായിരിക്കും. ഇനി ബ്രേക്ക് എങ്ങനെ നെസ്റ്റഡ് ലൂപ്പിൽ വർക്കാവുമെന്ന് നോക്കാം. ഫോർ i = 1, i <= 5 ++i ഔട്ടർ ലൂപ്പ് ഓപ്പൺ ആക്കി സി ഔട്ട് /n കൊടുത്തു. ഇന്നർ ലൂപ്പ് ഓപ്പൺ ആക്കുവാണ്. ഫോർ j = 1, j <= i ++j അതാണ് ഫോറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്പൺ ആക്കി സി ഔട്ട് സ്റ്റാർ. ഇഫ് j = 3 ബ്രേക്ക്. ഇന്നർ ലൂപ്പ് ക്ലോസ് ചെയ്തു, ഔട്ടർ ലൂപ്പും ക്ലോസ് ചെയ്തു. ദ നെസ്റ്റഡ് ലൂപ്പ് എക്സിക്യൂട്ട്സ് നോർമലി ഫോർ ദ വാല്യൂ ഓഫ് i = 1, i = 2, i = 3. ഐയുടെ വാല്യൂ 1, 2, 3 ആവുന്നത് വരെയും നെസ്റ്റഡ് ലൂപ്പ് നോർമലായിട്ട് വർക്ക് ചെയ്യും. അത് ആ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബോക്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ 1 സ്റ്റാർ പ്രിൻ്റായി, 2 ആയപ്പോൾ 2 സ്റ്റാർ പ്രിൻ്റായി, 3 ആയപ്പോൾ 3 സ്റ്റാർ പ്രിൻ്റായി. ഫോർ ഈച്ച് വാല്യൂ ഓഫ് i ദ വേരിയബിൾ j ടേക്ക് ദ വാല്യൂ ഫ്രം 1 to i. ഐയുടെ വാല്യൂ 1 മുതൽ 3 വരെ ആകുമ്പോൾ ജെയിൽ നിന്ന് ഓരോ വാല്യൂസ് നമ്മൾ എടുക്കുകയാണ്. വെൻ ദ വാല്യൂ ഓഫ് i become 4, ഐയുടെ വാല്യൂ അങ്ങനെ 4 ആയി. ദ ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ഫോർ ദ വാല്യൂ ഓഫ് j = 1, j = 2, j = 3. ഐയുടെ വാല്യൂ 4 ആയാലും ഇന്നർ ലൂപ്പിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വാല്യൂസ് 1, 2, 3 എന്നായിരിക്കും. ആൻഡ് കംസ് ഔട്ട് ഫ്രം ദ ഇന്നർ ലൂപ്പ് ഓൺ എക്സിക്യൂട്ടിംഗ് ദ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടായിരിക്കും പിന്നെ ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പിക്ചറിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഐയുടെ വാല്യൂ 4ഉം 5ഉം ആയപ്പോഴും സ്റ്റാർസ് പ്രിൻ്റ് ചെയ്തേക്കുന്നത് 3 മാത്രമാണ്. അപ്പോൾ ഇതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നെസ്റ്റഡ് ലൂപ്പിൽ വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ദ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് അനദർ ജം സ്റ്റേറ്റ്മെൻറ്റ്. വേറൊരു ജം സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കണ്ടിന്യൂ എന്ന് പറയുന്നത്. യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദ കോഡ് വിത്തിൻ ദ ലൂപ്പ്. ഇപ്പോൾ കണ്ടിന്യൂ നമ്മളൊരു ലൂപ്പിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന കോഡൊക്കെ സ്കിപ്പ് ചെയ്യും. ആൻഡ് ഫോഴ്സിങ് ദ നെക്സ്റ്റ് ഐട്രേഷൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഐട്രേഷനിലേക്ക് പോകും. ആ ലൂപ്പിൽ തന്നെയുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫോഴ്സ് ടെർമിനേഷൻ ഓഫ് ദ ലൂപ്പ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൂപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ദ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഫോഴ്സ് ദ നെക്സ്റ്റ് ഐട്രേഷൻ ഓഫ് ദ ലൂപ്പ്. കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ഒരു ലൂപ്പിലെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയാണ്. കണ്ടിന്യൂവിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഫോർ i = 1, i <= 10 ++i. ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തു. ഇഫ് i = 6 കണ്ടിന്യൂ സി ഔട്ട് i/t. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് i = 6 എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതിയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 6 ആകുമ്പോൾ ആണ് ഈ സി ഔട്ട് i എന്ന് പറഞ്ഞ് പ്രിൻ്റ് ആവുന്നത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ പ്രിൻ്റായിട്ട് വരും. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.